ഗൈസ് അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വന്നു. നമുക്കിനി പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ മീശപ്പുലിമല കയറാൻ പോകുന്നു. നമുക്കിനി കയറുന്ന വിഷ്വൽസ് കാണാം. ഭയങ്കര ഫോഗാണ്, നമുക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല അധികം. നമുക്കിനി കയറുന്ന വിഷ്വൽസൊക്കെ പതുക്കെ കാണാം. നമ്മൾ കയറി വന്നാണ്ട റോഡോ മെൻഷനൊക്കെ നനഞ്ഞ് കോടയിൽ നമുക്കിനി കയറി പോവാം. കണ്ടില്ലേ, നമ്മളിത് ആദ്യത്തെ മല കയറാൻ പോകുന്നു. സൈഡിൽ റോഡോ ഡെൻഡ്രോണൊക്കെ ഇരിക്കുന്നു. അപ്പുറത്ത് രണ്ട് സൈഡിൽ നോക്കിയാൽ ഫുള്ള് ഫോഗാണ്. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യത്തെ മല കയറിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പതുക്കെ ഇനി മീശപ്പുലിമലയിലോട്ടുള്ള ട്രക്കിംഗ് തുടരാം. നമുക്കിനി ഇവിടെ ഇരുന്നിട്ട് പതുക്കെ വ്യൂസൊക്കെ കണ്ടിട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ മീശപ്പുലിമല എത്തിയില്ല, പക്ഷേ നമ്മളിതാ കുറച്ച് ഒരു മല കയറി. ഏറ്റവും ബേസായിട്ട് മല ഇതാ കണ്ടില്ലേ, കോട ഫുള്ളും കോട ചുറ്റി. അവിടെയാണ് മീശപ്പുലിമല. പക്ഷെ കാണാൻ പോലും കഴിയും, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ചേട്ടാ എന്നാലും നമുക്ക് പോകാൻ പറ്റുമോ? നമുക്ക് കാണാം. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് ബേസ് ക്യാമ്പിൽ നിന്നും കുറച്ച് പേര് വരാനുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നമ്മളിനി ട്രെക്കിങ് തുടരും. നമുക്കിനി അവിടെ അവർ വന്നിട്ടുള്ള വിഷ്വൽസ് കാണാം. മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ 9 കിലോമീറ്ററാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കാൻ പോകുന്നത്. അപ്പോൾ 9 കിലോമീറ്റർ ഉണ്ട്. എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി അഥവാ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബ്രീത്ത് ഇഷ്യൂ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാനുള്ളതാണ്. കാരണം നമുക്ക് മെഡിക്കൽ എമർജൻസി ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എടുത്തുകൊണ്ടിരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 9 കുന്ന് ഇങ്ങനെ ലൈക്ക് അപ്പ് ഡൗൺ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് വേണം നമ്മൾ മീശപ്പുലി ടോപ്പിലെത്താൻ. അപ്പം അങ്ങനെ എന്തെങ്കിലും ബ്രീത്ത് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തിരിച്ചു പോവുക. അല്ലാന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആണ്, ഓക്കെ നമുക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോവാം. ഓക്കെ അല്ലേ? പിന്നെ ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഇറക്കമാണ്, ഫുള്ളും ഡൗൺ ഹില്ലാണ്, വളരെ സ്റ്റീപ്പാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് സോയിലാണ്, പിന്നെ പോരാത്തതിന് റോളിങ് സ്റ്റോൺസ്. അപ്പം ഗ്രാസിൻ്റെ സൈഡിൽ കൂടി തന്നെ നടക്കുക. ബ്ലാക്ക് സോയിൽ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുക. ഇവിടെ നിന്ന് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി തിരിച്ച് വരുന്നവരെ ബ്ലാക്ക് സോയിൽ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുക. അത്രേ ഉള്ളൂ. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം എന്താ പറയുക, ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ടോപ്പിലെത്തും. പിന്നെ തിരിച്ചു വരുന്ന ഒരു മണിക്കൂർ. നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൂപ്പാണ് മേക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ വരും. അപ്പം ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ ട്രക്കിംഗ് തീരും. പക്ഷേ എല്ലാവരും ഗ്രൂപ്പായിട്ട് വരിക. നിങ്ങൾ വിചാരിച്ച പോലെ ഈ കാണുമ്പോൾ ഗ്രാസ് ലാൻഡായിട്ട് തോന്നും, പക്ഷേ ഒരുപാട് വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. എന്താ പറയുക, നോയിസ് പൊല്യൂഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബഹളം കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല. വളരെ കാമായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് അനിമലിൻ്റെ സൈറ്റിംഗ്. അല്ലാതെ നമ്മൾ ബഹളം ഉണ്ടാക്കി നടന്നു കഴിഞ്ഞാൽ ഒന്നിൻ്റെ സൈറ്റിംഗ് കിട്ടാൻ വഴിയുണ്ടാവില്ല. അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഏകദേശം എന്താ പറയുക, ഇപ്പം തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ എന്താ പറയുക, നമ്മളെ നീൽഗിരി ഐബെക്സ് എന്ന് പറയും, നമ്മുടെ മൗണ്ടൻ ഗുഡ്സ്, ഈ പറഞ്ഞ വരയാട്. അപ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ തീരെ കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മൾ എത്രത്തോളം ശബ്ദം കുറച്ച് നടക്കുന്നുണ്ടോ അത്രത്തോളം ഈ സാധനം മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പം അതുകൊണ്ട് കൈയുടെ പരമാവധി വലിയ ബഹളം കാര്യങ്ങളൊന്നും വെക്കാണ്ട് കാം കോയറ്റിൽ നടക്കുക. ഇറങ്ങുമ്പം സിക്സാക്ക് ഒന്നല്ലെങ്കിൽ സിക്സാക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇറങ്ങുക. കയറ്റം കയറുമ്പം ഒരിക്കലും നമ്മൾ മുമ്പോട്ട് നോക്കാൻ പാടില്ല. കുന്ന് കയറുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെപ്പ് മാത്രം നോക്കി അങ്ങനെ നടന്നാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇറങ്ങാം. അപ്പോൾ ഗായ്സ് നമ്മൾ മല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മല ഇറങ്ങുക മാത്രമല്ല, നമുക്കിനി കയറാൻ കൂടെ വേണം. അപ്പോൾ നമ്മൾ ടോട്ടലി 9 മലയുണ്ട്. ഒരു 1.5 മണിക്കൂറാകുമ്പോൾ നമ്മൾ മീശപ്പുലിമല ടോപ്പ് എത്തും. അപ്പോൾ നമുക്കിനി പോകുന്ന വിഷ്വൽസൊക്കെ ബാക്കി കാണാം.
ഫൈനലി നമ്മൾ ആ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിൽ നോക്കിയാൽ ഫുള്ള് കോടയും ഭയങ്കര കാറ്റും പിന്നെ അത്യാവശ്യം ചെറിയ പൊടിക്ക് മഴയുണ്ട്. കണ്ടില്ലേ, ഫുള്ള് കോടമഞ്ഞ് മൂടി കിടക്കുകയാണ് നമ്മൾ മീശപ്പുലിമലയോട്ട് പോകുന്ന വഴി. കണ്ടില്ലേ? അങ്ങനെ ഗായ്സ് നമ്മൾ നടന്നൊരു അരുവിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്ത് കടന്ന് നമുക്ക് ഇനി ഈ ഒരു മല കയറി തുടങ്ങണം. ഇത് 3ാമത്തെ മലയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു മല കയറിയിട്ട് ഇത് ആദ്യം ചാടി കിടക്കണം ഈ അരുവി. നമുക്ക് ഈ ഒരു നല്ല ശുദ്ധജലമാണിത്. ആ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം, മുഖം കഴുകാം. അപ്പോൾ വെള്ളമൊന്നും കൊണ്ടുവരണമെന്നില്ല, ഒരു കുപ്പി കൊണ്ടുവന്നാൽ മതി. ഇവിടെ നിന്ന് നിറച്ചിട്ട് പോവാം. നമുക്കിനി കയറിയിട്ട് കാണാം. ഞാൻ ആ അരുവി കടന്നിട്ടുണ്ട്. അപ്പുറത്ത് അവിടെ ഡെൻഡ്രോണൊക്കെ നിൽക്കുന്നുണ്ട്, ആൾക്കാരും ഇറങ്ങി വരുന്നുണ്ട്. ഞാനാണ് ആദ്യം അങ്ങോട്ട് ചാടിയത്. അപ്പോൾ ആൾക്കാർ ഇനി വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ അടുത്ത മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുള്ളും മഞ്ഞാണ് ഗൈസ്, ഭയങ്കര കാറ്റും. അങ്ങനെ നമുക്കിനി കയറാം. കണ്ടില്ല ഗായ്സ്, ഇതൊരു പ്രത്യേകതരം ഫംഗസാണ്. ഇത് 8000 അടി മുകളിൽ മാത്രമേ ഈ ഒരു ഫംഗസ് വളരുള്ളൂ. ഇവിടെ ഏകദേശം 8200 അടി എന്തോ ഉണ്ട്. അപ്പോൾ നമ്മളിതാ പതുക്കെ നടന്നു തുടങ്ങി. അവിടെ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ അത്യാവശ്യം ദൂരം എത്തി. ഇനി ഒരു മണിക്കൂറും കൂടെയുണ്ട് നമ്മൾ ഇനി ഇവിടെ മീശപ്പുലിമല എത്താൻ. കണ്ടില്ല, രണ്ട് സൈഡും നല്ല കോട മഞ്ഞ് മൂടി കിടക്കുകയാണ് ഈ ഒരു മീശപ്പുലിമല പോകുന്ന വഴി. അത്യാവശ്യം കാറ്റുമുണ്ട്. നമ്മുടെ ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ, കോട കണ്ടില്ലേ. നമ്മളിനി ഒരു മല ഇറങ്ങുന്നു, ഇനി അത് കയറണം, ഇനി വീണ്ടും ഒരു മല ഇറങ്ങണം. അങ്ങനെ അതൊരു ലൂപ്പ് പോലെയാണ്. നമുക്കിനി പോകുന്നതൊക്കെ കാണാം. 6ാമത്തെ മഴയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ബേസ് ക്യാമ്പിൽ കുറേ പേരുണ്ട്. അതൊക്കെ നമുക്ക് കയറാം. ഇവിടെ മീശപ്പുലിമല നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സ്പീക്കർ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുക പരമാവധി. അത് ഉറക്ക പാട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് മൃഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് ഓടിപ്പോകും. നമുക്ക് കാണാനും പറ്റില്ല, അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉറക്ക സംസാരിക്കാനോ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കാനോ അത് ഇങ്ങനെ പാട്ടൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് വേണം നടക്കാൻ ഈ മീശപ്പുലിമല കയറുമ്പോൾ. നമ്മുടെ കൂടെ മീശപ്പുലിമലയിൽ വരുന്ന ഈ ഗൈഡ് എന്ത് ചോദിച്ചാലും തന്നെ പറഞ്ഞു തരും. കാരണം ഇവർക്ക് ഈ ഒരു സ്ഥലത്തിനെ പറ്റി ഭയങ്കര നോളജാണ്. പിന്നെ ഇവിടെ സൈഡിൽ കാണുന്ന ഈ റോഡോഡെൻഡ്രോണും പിന്നെ ചില സ്ഥലങ്ങളിൽ നീലക്കുറിഞ്ഞിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും പരമാവധി പറിക്കാതിരിക്കുക, പറിച്ചാൽ ഫൈനും കൂടെ ഉണ്ട് ഇപ്പം നമുക്ക്. അപ്പം നമുക്കിനി പതുക്കെ നടക്കാം. നമുക്ക് ഈ റോഡോ മാൻഷൻ എന്നുള്ള പേര് കിട്ടിയത് ഇവിടുത്തെ ഈ റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞ ചെടിയാണ്. ഈ ചെടി നേപ്പാളിലെ നാഷണൽ ഫ്ലവറാണ്. അപ്പോൾ ഈ ഒരു ചെടി കാരണമാണ് നമ്മുടെ ഈ ഒരു സ്റ്റേക്ക് റോഡോ മാൻഷന് പേര് വന്നത്. പിന്നെ ഇവിടുത്തെ ഈ റോഡോ മാൻഷൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലങ്ങളിൽ റോഡോ വാലി എന്നും കൂടിയാണ് പറയുന്നത്. കണ്ടില്ല ഗൈസ്, നമ്മളങ്ങനെ കയറി മീശപ്പുലിമല എത്താറായിട്ടുണ്ട്. നമ്മളൊരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു
മണ്ണ് പോലത്തെ ഒരു സ്റ്റെപ്പാണിത്. മണ്ണ് പോലത്തെ സ്റ്റെപ്പെന്നല്ല, സ്റ്റെപ്പാണിത്. കണ്ടില്ലേ പരന്ന് കിടക്കുന്ന കണ്ടില്ലേ മലനിരകൾ. മലനിരകളാണ് ഇവിടെ ഫുള്ളും, പക്ഷേ മഞ്ഞായതുകൊണ്ട് നമുക്കൊന്നും കാണാനും പറ്റുന്നില്ല. ഇല്ലേ നമ്മളിനി കയറി പോകുന്നു. കണ്ടില്ലേ ഗൈസ്, ഞാൻ കയറിപ്പോകുന്നു. നമ്മൾ ഈ ഒരു മലയും കൂടെ എത്തിയാൽ നമ്മൾ മീശപ്പുലിമല ടോപ്പ് എത്തും. അപ്പോൾ ആഫ്റ്റർ എ കഷ്ടപ്പാട് നമ്മൾ മീശപ്പുലിമല ടോപ്പ് എത്താൻ പോകുന്നു. അങ്ങനെ ഗായ്സ്, ഫൈനലി നമ്മൾ മീശപ്പുലിമല എത്തിയിട്ടുണ്ട് ഗായ്സ്. കണ്ടില്ലേ, സൺറൈസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൂര്യൻ മോളിൽ നിൽക്കുന്ന കണ്ടില്ലേ. നമ്മൾ ഇങ്ങനെ മീശപ്പുലിമല എത്തിയിട്ടുണ്ട് ഗായ്സ്, കണ്ടില്ലേ. അങ്ങനെ ഗായ്സ്, നമ്മൾ 8640 അടിയിൽ നിന്നുമാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മീശപ്പുലിമല 8640 അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ ഗായ്സ്. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ ഗൈസ്? കാണൂ, നമ്മുടെ ദുൽഖർ സൽമാൻ പറഞ്ഞ് ഫേമസ് ആക്കിയ മീശപ്പുലിമല കണ്ടില്ലേ. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഗൈസ്, ഫുള്ളും മഞ്ഞ് കണ്ടില്ലേ ഗൈസ്. കണ്ടില്ലേ റോഡോഡെൻഡ്രോൺ, ആ ഒരു മരത്തിൽ ചെടിയുടെ ആ മരത്തിൽ റോഡോഡെൻഡ്രോൺ ഇരിക്കുന്ന കണ്ടില്ലേ. നമ്മൾ ഭാഗ്യത്തിന് ആ ഒരു പൂ കിട്ടിയതാണ് നമ്മൾ സൂം ചെയ്തെടുത്തേക്കുന്നത്. കണ്ടില്ലേ, ചെറിയൊരു ക്ലൗഡ് ബെഡ് കണ്ടിട്ടുണ്ട്. ഇപ്പം മൂടിപ്പോയത് കണ്ടില്ലേ. അതാ ഇതിൽ ലെഫ്റ്റ് സൈഡ് തമിഴ്നാട്, റൈറ്റ് സൈഡ് കേരളമാണ് ഗൈസ്. ഈ പാറയുടെ കണ്ടില്ലേ. നമ്മളങ്ങനെ അവിടെ ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് നമ്മളിനി തിരിച്ചിറങ്ങാൻ പോകുന്നു. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ 2 സൈഡിലും കോടമഞ്ഞ് മൂടിക്കിടക്കുന്നു. അപ്പുറത്തെ സൈഡിൽ ഒന്നും കാണില്ല, ഫുള്ള് വൈറ്റ് കളറിൽ കോടമഞ്ഞാണ്. കണ്ടില്ലേ, നമ്മുടെ മീശപ്പുലിമല മഞ്ഞിൽ മൂടി നിൽക്കുന്നു. ഒരു രക്ഷയില്ല ഗൈസ്, ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് ഗൈസ്. നമ്മളിത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അവിടെ നിറച്ചും റോഡോഡെൻഡ്രോൻ്റെ ആ ഒരു മരമാണ് കണ്ടില്ലേ. ആ ഒരു മരം മൂടി നിൽക്കുന്ന കണ്ടില്ലേ, നിറച്ചും റോഡോഡെൻഡ്രോണാണ്. കണ്ടില്ലേ ഗായ്സ്, നമ്മൾ നടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ KFDC കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ. ഗായ്സ്, നമ്മൾ ഏകദേശമൊക്കെ നമ്മുടെ റോഡ് മാൻഷനിൽ എത്താറായി. ഇപ്പം നമ്മളൊരു പരന്ന പ്രദേശമാണ്. പരന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് കുന്നൊക്കെ ഉണ്ട്.
നമ്മുടെ രണ്ട് സൈഡിൽ നോക്കിയാൽ പുൽമേടുമാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിയാണെങ്കിൽ ഒരു ചതുപ്പ് നിലവും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കുഴി പോലെയുണ്ട്. നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ രണ്ട് സൈഡിൽ ചില സ്ഥലങ്ങളിൽ നോക്കിയാൽ അരുവി ഒഴുകുന്നത് കാണാം. നമ്മൾ ഏകദേശം എത്താറായി. ഈ ഒരു സ്ഥലം ആ പൈൻ മരത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ റോഡ് മാൻഷൻ. 1 കിലോമീറ്റർ കൂടെ പോയാൽ. കണ്ടില്ലേ ഗായ്സ്, ഒരു കാട്ടുപോത്തിൻ്റെ സ്കെലട്ടൺ അവിടെ കിടക്കുന്നത്. ഒരു പുലി പിടിച്ചിട്ടേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ ഫൈനലി റോഡ് മാൻഷൻ എത്തി. ഗായ്സ് കണ്ടില്ലേ, ഇവിടെ ചെറിയ പൂക്കളൊക്കെ ഉണ്ട് നമ്മുടെ റോഡ് മാൻഷൻ്റെ അടുത്ത്. അങ്ങനെ ഗായ്സ് നമ്മുടെ റോഡ് മാൻഷൻ എത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നു. ഗായ്സ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നിങ്ങൾ വരുന്ന വിശ്വസിച്ച് ഞാൻ കുറച്ചേ എടുത്തോളൂ. കാരണം നമ്മൾ ഇതുവഴി വന്ന് ക്ലൈമറ്റ് കണ്ടില്ലേ, ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. കൈയൊന്ന് പുറത്തെടുക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെ വീഡിയോ പുറത്ത് ഇറങ്ങി പറഞ്ഞാൽ കുറച്ചേ എടുത്തോളൂ. പോയതൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് എടുത്ത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അതുവരെയും ബൈ ബൈ.